ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് കീ ഡയോഡിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഷോർട്ട് കീ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് കീ ഡയോഡിന്റെ മറ്റ് പേരുകളാണ് ഷോർട്ട് കീ ബാരിയർ ഡയോഡ്, അതേപോലെ തന്നെ സർഫസ് ബാരിയർ ഡയോഡ്, അതേപോലെ തന്നെ ഹോട്ട് കാരിയർ ഡയോഡ്. ഷോർട്ട് കീ ഡയോഡിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിനേക്കാളും ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് കുറവാണ് ഷോർട്ട് കീ ഡയോഡിന്. അപ്പൊ ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നിന്ന് ഷോർട്ട് കീ ഡയോഡിൽ നിന്നുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. ചില കേസസിൽ ഇത് എസ് പോലെ കാണിക്കാറുണ്ട്, ഇങ്ങനെ ഒരു എസ് പോലെ മാർക്ക് ചെയ്യാറുണ്ട് ഈ ഷോർട്ട് കീ ഡയോഡിന്. ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത് സാധാരണ ഡയോഡ് എന്ന് പറയുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ആണെങ്കിൽ ഇത് മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഡയോഡ്സ് ആണ് ഷോർട്ട് കീ ഡയോഡ് എന്ന് പറയുന്നത്. ഒരു മെറ്റലും ഒരു സെമി കണ്ടക്ടറും കൂടെ ആയിരിക്കും. ഇവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, ദാറ്റ് ഇസ് എൻ ടൈപ്പ് സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്, ജർമ്മേനിയം അല്ല, സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ദെൻ ഇതിന്റെ മെറ്റൽ യൂസ് ചെയ്യുമ്പോൾ ഉടനെ എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? എൻ ടൈപ്പ് സിലിക്കൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻ ടൈപ്പ് സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നത്. മെറ്റലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോളിബ്ഡനം, പ്ലാറ്റിനം, ക്രോമിയം, ടങ്സ്റ്റൺ ഒക്കെയാണ് നമ്മൾ ഈ മെറ്റലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി റേഞ്ച് ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ നീ വോൾട്ടേജ്, ഫോർവേഡ് ബയാസിങ്ങിലെ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. അപ്പൊ അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും അതേപോലെ തന്നെ മെറ്റലിലും മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അതായത് മെറ്റലിലെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്, അതേപോലെ തന്നെ എൻ ടൈപ്പ് സിലിക്കണിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ദെൻ മെറ്റലില് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, ദേ ആർ ഇൻസിഗ്നിഫിക്കന്റ്. എന്നാൽ എൻ ടൈപ്പ് സിലിക്കണിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്, ഹോൾസ് എന്ന് പറഞ്ഞ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ മെറ്റൽസിന് മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. എങ്ങനെ മനസ്സിലായി? കാരണം അതിന്റെ കണ്ടക്ഷൻ ബാൻഡിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, കാരണം അവിടെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇല്ല. മെറ്റൽസിൽ എന്താണുള്ളത്? ഇലക്ട്രോൺസും അതിന്റെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡുമായിട്ട് മെർജ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം മെറ്റൽസിൽ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്, മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ഇല്ല. എന്നാൽ എൻ ടൈപ്പ് സിലിക്കണിൽ മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്, ഹോൾസ് ഉണ്ട്. അപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടറും അതേപോലെ തന്നെ മെറ്റലും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉടനെ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടെ മെറ്റലിലേക്ക് ഫ്ലോ ചെയ്യും. ഇവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം ഒരു മെറ്റലിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പം ഈ സെമി കണ്ടക്ടറിൽ നിന്ന് മെറ്റലിലേക്ക് പോകുന്ന ഇലക്ട്രോൺസിന് ഹൈ കൈനറ്റിക് എനർജി ആയിരിക്കും ഉള്ളത്. അതുകൊണ്ട് അതിന് പറഞ്ഞ പേരാണ് ഹോട്ട് കാരിയേഴ്സ്. അതുകൊണ്ടാണ് ഷോർട്ട് കീ ഡയോഡിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഹോട്ട് കാരിയർ ഡയോഡ് എന്നാണ് മറ്റൊരു പേര്. അതായത് മെറ്റലും സെമി കണ്ടക്ടറും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മെറ്റൽസ്, ഇവിടെയുള്ള ഇലക്ട്രോൺസ്, എൻ ടൈപ്പ് സിലിക്കണിലുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടെ മെറ്റലിലേക്ക് ഫ്ലോ ചെയ്യും. അതിന് ഹൈ കൈനറ്റിക് എനർജിയാണുള്ളത്. അതിനോട് വിളിക്കുന്ന പേരാണ് ഹോട്ട് കാരിയേഴ്സ്. അപ്പൊ ഷോർട്ട് കീ ഡയോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടക്ഷൻ്റെ അകത്ത് മെജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സും പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് മാത്രമാണ് കണ്ടക്ഷന് സഹായിക്കുന്നത്. ദെൻ ഇവിടെ ഉള്ള ഒന്നാണ് കാരിയർ ഫ്രീ റീജിയൻ. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പോലെ സെമി കണ്ടക്ടേഴ്സ് പരസ്പരം ജോയിൻ ചെയ്യുമ്പോൾ ഉടനെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ ഷോർട്ട് കീ ഡയോഡിൽ അങ്ങനെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഇല്ല, പക്ഷെ ഒരു കാരിയർ ഫ്രീ റീജിയൻ ഉണ്ട്. കാരിയർ ഫ്രീ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് സെമി കണ്ടക്ടേഴ്സിലേക്ക് ഒഴുകുമ്പോൾ ഉടനെ ജംഗ്ഷന്റെ അടുത്ത് ഈ ഇലക്ട്രോൺസ് ഇല്ലാത്ത ഒരു റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് എൻ ടൈപ്പ് സിലിക്കണിലുള്ള ഇലക്ട്രോൺസ് എല്ലാം ഈ മെറ്റലിലേക്ക് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഒരു പോയിന്റ് ഈ സിലിക്കണില് കുറച്ച് ഭാഗം എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഇല്ലാതെ വരും. അതിന് പറഞ്ഞ പേരാണ് കാരിയർ ഫ്രീ റീജിയൻ. നമ്മൾ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് പോലെ മെറ്റലിൽ അത് ഉണ്ടാവില്ല. എന്നാൽ എൻ ടൈപ്പ് സിലിക്കൺ മെറ്റീരിയലിൽ ഒരു ചെറിയൊരു പോയിന്റ് കാരിയേഴ്സ് ഇല്ലാതായിട്ട് ഉണ്ടാവും. കാരണം അവിടുത്തെ കാരിയേഴ്സ് എല്ലാം മെറ്റലിലേക്ക് ഫ്ലോ ചെയ്തു. അതുകൊണ്ട്
ദെൻ നെഗറ്റീവ് വോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റലില് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് വന്നു, ആ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ആ ചാർജസ് എന്ത് ചെയ്യും? എൻ ടൈപ്പ് സിലിക്കണിൽ നിന്നുള്ള ഫർദർ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ തടയും. അതിന് പറയുന്ന പേരാണ് നെഗറ്റീവ് വോൾ എന്ന് പറയുന്നത്. അതായത് മെറ്റൽസിലുള്ള അഡീഷണൽ ഇലക്ട്രോൺസ്, അതായത് എൻ ടൈപ്പ് സിലിക്കണിൽ നിന്ന് വന്നിട്ടുള്ള ഇലക്ട്രോൺസ് ഒരു വോള് പോലെ ആക്ട് ചെയ്തിട്ട് എൻ ടൈപ്പ് സിലിക്കണിൽ നിന്ന് ഇനിയുള്ള ഇലക്ട്രോൺസിനെ ഫ്ലോയിനെ തടയും. അപ്പൊ അതാണ് ഈ നെഗറ്റീവ് വോള് എന്ന് പറയുന്നത്. അപ്പം നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണെന്നുണ്ടെങ്കിൽ ഷോർട്ട്കി ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്. അതായത് പി എൻ ജംഗ്ഷൻ ഡയോഡിനേക്കാളും നേരത്തെ ഓൺ ആയി ഷോർട്ട്കി ഡയോഡ്, അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിലെ നീ വോൾട്ടേജ് കുറവാണ്. അറൌണ്ട് ഒരു 0.15 വോൾട്ട് അല്ലെങ്കിൽ 0.45 വോൾട്ട് ഒക്കെ ഉള്ളൂ ഷോർട്ട്കി ഡയോഡിന്റെ ഫോർവേഡ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ തന്നെ അത് ഫോർവേഡ് ബയാസ്ഡ് ആയി അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിലേക്ക് പോയി. എന്നാൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ അത് ഓൺ ആവത്തുള്ളൂ. ദെൻ ഷോർട്ട്കി ഡയോഡിന്റെ അകത്ത് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ബയാസിങ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ നമ്മൾ നേരത്തെ പോലെ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ പോലെ ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്ലീഷൻ റീജിയൻ അങ്ങനെയല്ല നമ്മളിവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നെഗറ്റീവ് വോള്, അതേപോലെ തന്നെ കാരിയർ ഫ്രീ റീജിയൻ. അപ്പൊ ഈ നെഗറ്റീവ് ബാരിയർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അട്രാക്ട് ചെയ്യും. അപ്പൊ അതുവഴി കൂടുതലായിട്ട് ഈ നെഗറ്റീവ് ബാരിയറിന്റെ സ്ട്രെങ്ത് കുറയും. അതേപോലെ തന്നെ നെഗറ്റീവ് ബാരിയറിന്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നെഗറ്റീവ് ബാരിയറിന്റെ സ്ട്രെങ്തിനെ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. അപ്പൊ നെഗറ്റീവ് ബാരിയർ ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അവിടെ കൂടുതലായിട്ട് ഇലക്ട്രോൺസ് എവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടു? മെറ്റൽസിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടു. അതായത് നമ്മൾ ഈ ഒരു ഫിഗർ പറയുകയാണെങ്കിൽ മെറ്റൽസിൽ കൂടുതലായിട്ട് ഇലക്ട്രോൺസ് അക്യൂർ ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് നെഗറ്റീവ് വോൾ ഉണ്ടായത്. പക്ഷെ ഈ ഒരു പോസിറ്റീവ് ഞാനിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള നെഗറ്റീവ് വോള്, അതായത് കൂടുതൽ ഇലക്ട്രോൺസ് കാരണം ഇവിടെ ഉണ്ടായ ഒരു നെഗറ്റീവ് വോള് ഈ ഫർദർ ഇലക്ട്രോൺസ് സിലിക്കണിൽ നിന്ന് വരുന്നതിനെ തടയുന്നുണ്ടായിരുന്നു. എൻ ടൈപ്പ് സിലിക്കണിൽ നിന്ന് വരുന്നത് തടയുന്നുണ്ടായിരുന്നു. ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് ഒഴുകി? ഈ പോസിറ്റീവിലേക്ക് ഒഴുകി. അപ്പൊ എന്താ സംഭവിച്ചത്? നെഗറ്റീവ് വോൾ അവിടെ സ്ട്രെങ്ത് കുറയും. ആ നെഗറ്റീവ് വോളിന്റെ സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു ഫോർവേഡ് ബയാസിങ് ഇവിടെ നടന്നത്. അപ്പം അതുവഴി എന്ത് സംഭവിച്ചു? ഹെവി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ബൗണ്ടറിക്ക് അക്രോസ് വരുന്നു. അങ്ങനെ അതിന്റെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരും. പ്രത്യേകം എന്താണ്? ഈ ഒരു ബാരിയറിന്റെ ഈ ഒരു നീ വോൾട്ടേജ് എന്ന് പറയുന്നത്, വോൾട്ടേജ് അറ്റ് വിച്ച് കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് എന്ന് പറയുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡിനേക്കാളും കുറവായിരിക്കും ഷോർട്ട്കി ഡയോഡിന്. അതേപോലെ തന്നെ മൈനോറിറ്റി കാരിയേഴ്സ് ഇല്ല. മൈനോറിറ്റി കാരിയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റിവേഴ്സ് റിക്കവറി ടൈം, അതായത് റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിംഗിൽ നിന്ന് റിവേഴ്സ് ബയാസിംഗിലേക്ക് പോകുമ്പോൾ ഉടനെ കറണ്ടിന്റെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? ഫോർവേഡ് ബയാസിംഗിൽ കറണ്ട് ഒഴുകുന്നു, റിവേഴ്സ് ബയാസിംഗിൽ കറണ്ട് ഒഴുകാൻ പാടില്ല, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആവണം. പക്ഷെ കറണ്ട് 0 ആവത്തില്ല. കാരണം ഫോർവേഡ് ബയാസിംഗിൽ നിന്ന് റിവേഴ്സ് ബയാസിംഗിലേക്ക് ചെല്ലുമ്പോൾ ഉടനെ അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം സ്റ്റിൽ കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം റിവേഴ്സ് ബയാസിംഗിലേക്ക് ചെല്ലുമ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഫോർവേഡ് ബയാസിംഗ് പോലാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? അവിടെ കറണ്ട് വീണ്ടും ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ഷോർട്ട്കി ഡയോഡിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? അതായത് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്കും ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിംഗിൽ നിന്ന് നേരെ റിവേഴ്സ് ബയാസിംഗ്, അതായത് P2 പോസിറ്റീവും N2 നെഗറ്റീവ് ആയിരുന്നതിൽ നിന്ന് P2 നെഗറ്റീവും N2 പോസിറ്റീവും കൊടുക്കുന്ന സമയത്ത് എന്താ പറ്റുന്നത്? അവിടെ പ്രത്യേകിച്ച് റിക്കവറി ടൈം ഒന്നും വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് പറ്റും. അതാണ് ഈ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലൊക്കെ ഈ ഷോർട്ട്കി ഡയോഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഷോർട്ട്കി ഡയോഡിന്റെ വോൾട്ടേജ് 0.15 വോൾട്ടേജാണ്. അത് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിലിക്കൺ ആണെങ്കിൽ 0.7 വോൾട്ട് ഒക്കെ വരും. പക്ഷെ അതിന് മുമ്പ് തന്നെ അത് ഓൺ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പം ഇതാണ് ഷോർട്ട്കി ഡയോഡ് എന്ന് പറയുന്നത്. സോ താങ്ക് യു ഓൾ. Stay happy. We will discuss more about the other special type diodes like light emitting diode, photodiode in the next class. So thank you all. Bye.